ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു കട്ടൗട്ട് ട്രാൻസിഷൻ അത് നമുക്ക് എങ്ങനെ ക്യാപ് കട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലിപ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കട്ടൗട്ട് ട്രാൻസിഷൻ ചെയ്യേണ്ട ഏത് ക്ലിപ്പിലാണോ ആ ഒരു ക്ലിപ്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ രണ്ടാമത്തെ ഒരു ക്ലിപ്പിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ശേഷം നമ്മളൊന്ന് ബാക്ക് വരിക, ഓവർലേയിൽ ആഡ് ഓവറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഇതിൽ ആഡ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു സ്ക്രീൻഷോട്ട് ഓവർലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യാനുണ്ട്. ഇത് ക്യാപ്കട്ടിലുള്ള ഒരു ഓപ്ഷൻ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിനായിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോ റിമൂവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം, ഫസ്റ്റിലൊന്ന് ലാസ്റ്റിലൊന്ന്. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് കീ ഫ്രെയിമിൽ PNG ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക, ലാസ്റ്റ് കീ ഫ്രെയിമിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സംഭവം ഏകദേശം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ ഷെയ്ക്ക് എഫക്റ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട് എഫക്റ്റിൽ വീഡിയോ എഫക്ട്സിൽ നമ്മളൊരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്പീഡും ഇൻറ്റൻസിറ്റി ഒന്ന് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടില്ലെങ്കിലും വീഡിയോയിൽ കാണുന്ന ലെങ്ത്തിൽ സ്പീഡ് ഏകദേശം ഒരു 4-5 ലെവലിലും ഇൻറ്റൻസിറ്റി ഏകദേശം 6-7 ആ ലെവലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മളൊരു കട്ടൗട്ട് ട്രാൻസിഷൻ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.